വിഴിഞ്ഞത്തേക്ക് സ്വപ്ന തീരത്തേക്ക് കപ്പലെടുത്തു. വിഴിഞ്ഞം സ്വപ്ന തീരത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് അത് പുറംകടലിലെത്തി. വിഴിഞ്ഞത്ത് നിന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ഇപ്പോഴുള്ളത്. 8 മണിയോടുകൂടി തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പലെത്തും. നാളെ രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കപ്പലിന് ഔദ്യോഗികമായിട്ടുള്ള വരവേൽപ്പ് നൽകുക. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും. കനത്ത സുരക്ഷാ വലയത്തിലാണ് വിഴിഞ്ഞവും പരിസരവും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടം അത് യാഥാർത്ഥ്യമാകുന്ന 2024 ഈ വർഷം തന്നെ രണ്ടാം ഘട്ടത്തിന്റെയും തുടക്കം വിടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ രാജ്യാന്തര ചരക്ക് മാർഗത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്റ്റോപ്പായി വിഴിഞ്ഞം മാറുമെന്നുള്ളതാണ്. തുറമുഖ കേന്ദ്രങ്ങളിൽ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരിടമായി വിഴിഞ്ഞം മാറുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വിനോദ് വിഴിഞ്ഞത്ത് നിന്ന് ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സാൻ ഫെർണാണ്ടോ പുറംകടലിലെത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ദൃശ്യങ്ങളിൽ കപ്പലുണ്ടോ? എന്തൊക്കെയാണ് ഇന്നത്തെ ആദ്യ പരിപാടികൾ? 9 മണിയോടുകൂടി ഈ ബർത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണല്ലോ ലഭ്യമായിട്ടുള്ള വിവരം. എൽദോ, സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ മദർഷിപ്പ് ഇന്ന് 9 മണിയോടുകൂടി തീരമണയും. അതിന്റെ ബർത്തിങ്ങിനുള്ള നടപടികൾ അത് ടഗുകളുടെ സഹായത്തോടുകൂടി കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഇന്ന് ബർത്തിലേക്ക് എത്തുന്ന കപ്പൽ നാളെയാണ് ഔദ്യോഗികമായ സ്വീകരണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ കപ്പലിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങിലേക്ക് നാളെയാണ് പോകുന്നത്. കണ്ടെയ്നറുകൾ ഇറക്കുക, 2000 കണ്ടെയ്നറുകളാണ് ആദ്യഘട്ടത്തിൽ. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലെ നടപടിയാണ്, ട്രയൽ റണ്ണാണ്. അതിൽ 2000 കണ്ടെയ്നറുകളാണ് തീരത്തേക്ക് ഇറക്കി വയ്ക്കുക. നമ്മളിപ്പോൾ കാണുന്നത് ക്രെയിനുകളുടെ ദൃശ്യമാണ്. ഇത് ഒരു ചരിത്രം എഴുതുന്ന മുഹൂർത്തമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും ആഴമുള്ള മദർ പോർട്ട് എന്ന ഖ്യാതിയോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ക്രെയിനുകൾ, ഈ ക്രെയിനുകൾ കൊണ്ടുവന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ അത് തന്നെ ഓരോ ഘട്ടങ്ങളിലായി നമ്മൾ കാണുകയും അഭിമാനത്തോടുകൂടി നോക്കുകയും ചെയ്ത സംഭവമാണ്. ചൈനയിൽ നിന്നുള്ള ക്രെയിനുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാഴ്ച. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ ക്രെയിനുകൾ, ആകാശത്തേക്ക് യന്ത്രഭാഗങ്ങൾ ഉയർന്നു നിൽക്കുന്ന വലിയ ക്രെയിനുകൾ, അത് വിളിക്കുന്നത് ഷിപ്പ് ടു ഷോർ ക്രെയിൻ എന്നാണ്. ഈ കപ്പലുകൾ ഇവിടേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് കണ്ടെയ്നറുകൾ ബർത്തിലേക്ക് എടുത്തു വെക്കുന്ന ജോലികൾ ചെയ്യുന്നത് ഈ ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുടെ സഹായത്താലാണ്. അതോടൊപ്പം തന്നെ ഈ യാർഡ് ക്രെയിനുകളുണ്ട്. നമുക്ക് ഇതിൽ കാണാവുന്ന 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളാണ്. ഏതാണ്ട് 26ഓളം യാർഡ് ക്രെയിനുകളുണ്ട്. ഈ ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുടെ ട്രെയിലറുകളിലൂടെ പോകുന്ന കണ്ടെയ്നറുകൾ പിന്നീട് യാർഡ് ക്രെയിനുകളുടെ സഹായത്തോടെയാണ് വാഹനങ്ങളിലേക്ക് മാറ്റുന്നത്. ആ തരത്തിൽ റോഡ് മാർഗമുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചരക്ക് നീക്കമായിരിക്കില്ല ആദ്യഘട്ടത്തിൽ ഇവിടെ നടക്കുക. മറിച്ച് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ വരുന്ന ചെറിയ കപ്പലുകളുണ്ട്. അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക്, സമീപ രാജ്യങ്ങളിലേക്ക് അടക്കം, മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തീരദേശത്തേക്ക് അടക്കം കൊണ്ടുപോകുന്ന പ്രക്രിയ അത് ഇവിടെ മദർ ഷിപ്പുകൾ എത്തുകയും അതിൽ നിന്ന് മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് ഈ കണ്ടെയ്നറുകൾ മാറ്റി ഇവിടെ നിന്ന് നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് അത് കടലിലൂടെയായിരിക്കും പ്രധാനമായും നടക്കുക. നമുക്ക് അതിന്റെ അടിസ്ഥാന സൌകര്യ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരാം. അതിനു മുൻപ് ഇന്നത്തെ ഈ നടപടിക്രമങ്ങൾ, അതായത് ഈ ആദ്യമായി ഒരു കപ്പൽ എത്തുന്നു, മദർഷിപ്പ് എത്തുന്നു, 20 മീറ്റർ ആഴം വളരെയധികം പര്യാപ്തമാണ്. ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ 2 കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാനുള്ള സാഹചര്യവും അടിസ്ഥാന സൌകര്യവുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 800 മീറ്റർ നീളത്തിലാണ് ആദ്യഘട്ടത്തിൽ ബർത്തുള്ളത്. ഇപ്പോൾ ഇതിന്റെ ഒരു നിർമ്മാണ ചെലവ് നമ്മൾ അറിയാം. ആദ്യം ഒരു 6000 കോടി രൂപ എന്ന നിലയ്ക്ക് നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചു തുടങ്ങിയ പ്രവർത്തനമാണ്. അത് 8500 കോടി രൂപ പ്രതീക്ഷിച്ചതിലും 5 വർഷം വരെ നീണ്ടുപോയി. നേരത്തെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത്
ഈ കോവിഡിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ ഉണ്ടായ മറ്റ് കാര്യങ്ങൾ, പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു മന്ദഗതിയുണ്ട്. പാറയുടെ ലഭ്യത കുറവ്, ഈ നിർമ്മാണ വസ്തുക്കളുടെ അപര്യാപ്തത, അതെല്ലാം തന്നെ പലപ്പോഴായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കപ്പൽ തീരമണയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാജ്യത്തെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക കവാടമായി വിഴിഞ്ഞം മാറുന്നു എന്നത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് അത് വലിയ നേട്ടം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ, അതായത് 10 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു വരുമാനം ലഭിച്ചു തുടങ്ങുന്നത്. 12 കോടി രൂപ എന്ന നിലയ്ക്ക് അത് തൊട്ടടുത്ത വർഷം 34-ൽ 12എങ്കിൽ 35-ൽ 25 കോടി രൂപ, അതായത് മുന്ദ്ര തുറമുഖമൊക്കെയും വളരെ കാലം കൊണ്ട് നേടിയ ഒരു തുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരുമാനമായി ലഭിക്കുന്നു. കേരളത്തിന് തന്നെ വരുമാനമായി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിനടുത്ത വർഷം ഏതാണ്ട് 40 കോടി രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് വരുന്നത്. അങ്ങനെ വലിയൊരു ഭീമമായ തുക നമുക്ക് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഇന്നത്തെ ഈ ബർത്ത് നടക്കുമ്പോഴുള്ള മന്ത്രി വി.എൻ. വാസവൻ, ദിവ്യ എസ് അയ്യർ MD ആണ്, അവർ ഉൾപ്പെടെയുള്ളവർ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നു. നാളെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നത്. 6 മന്ത്രിമാർ ഉണ്ടാകും. അവിടെയും ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഇതിനകം ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷത്തു നിന്ന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല. ഇത് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച ഒരു പ്രവർത്തനമാണ്. ആദ്യം ഈ ക്രെയിനുകളുമായി കപ്പൽ വന്നപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ആളുകളെ ക്ഷണിക്കുകയും ഇപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ നീക്കമുണ്ട്, രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപം ഒരു വശത്ത് ഉയർന്നു. വലിയ ചൂടുപിടിച്ച ചർച്ചകൾ ഇന്നലെ നിയമസഭയിൽ ഉണ്ടായി. ഇത് ആരുടെ കുഞ്ഞ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു. എം വിൻസെന്റ് MLA, കോവളം MLA ആണ്. അദ്ദേഹം പറഞ്ഞത് ഇത് UDFന്റെ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ നേട്ടങ്ങളുടെയും ക്രെഡിറ്റ് അത് UDFനാണ്. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച ഒരു പ്രവർത്തനത്തിന്റെ പരിസമാപ്തി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ കാണുന്നതെന്ന് പറയുന്നു. എന്നാൽ ഇടത് അംഗങ്ങൾ പറയുന്നത് ഇത് വളരെ മുൻപ് തന്നെ ഇടത് സർക്കാരുകളുടെ കാലത്ത് ആരംഭിച്ച പ്രവർത്തനമാണ്. ഏറ്റവും ഒടുവിൽ VSന്റെ കാലത്ത് ഇതിന്റെ കരാർ നടപടികളുമായി പോകുന്നു. അത് ഒപ്പുവെച്ചതാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രെഡിറ്റ് LDFനാണെന്ന അവകാശവാദം LDF ഉന്നയിക്കുന്നു. ലത്തീൻ സഭയുടെ പ്രതിനിധികൾ നാളത്തെ പരിപാടിയിൽ പങ്കെടുത്തേക്കില്ല എന്നുണ്ട്. നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നടന്ന സമര പരിപാടികൾ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. നേരത്തെ തന്നെ തോമസ് ജെ ലത്തീൻ ബിഷപ്പിനെ ക്ഷണിക്കാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ കൂടിക്കാഴ്ചയ്ക്ക് സമയം കിട്ടിയിരുന്നില്ല. അദ്ദേഹം മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ക്രെയിനുകൾ കൊണ്ടുവന്ന ചടങ്ങിലും അത് ഇവിടെ ഇറക്കുന്ന അന്ന് ആഘോഷപൂർവ്വം നടത്തിയ ചടങ്ങിലേക്കും ലത്തീൻ സഭയുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിന്റെ ഒരു നിർമ്മാണ രീതിയിലേക്ക് പോയാൽ ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പുലിമുട്ട്, ഈ പുലിമുട്ട് 3 കിലോമീറ്റർ ദൂരത്തിലാണ് ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിട്ടുള്ളത്. ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ കല്ല് കടലിൽ നിരത്തി തിരയുടെ അടി ഈ ബർത്തിലേക്ക് വരാതെ തീരത്ത് ഈ കപ്പൽ വന്ന് നിൽക്കുമ്പോൾ കപ്പലിനെ ബാധിക്കാത്ത തരത്തിൽ പുലിമുട്ട് നിർമ്മിക്കുക കടലിനുള്ളിൽ. അതിന്റെ ഇപ്പോഴത്തെ നീളം എന്നത് 3 കിലോമീറ്ററാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, ഈ വളരെ വൈകാതെ തന്നെ ഇതിന്റെ കമ്മീഷനിങ്, ഇതിന്റെ ആദ്യഘട്ടം ഇപ്പോൾ മദർഷിപ്പ് വന്ന് അത് പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യുമ്പോൾ, ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുമ്പോൾ ഈ വർഷം തന്നെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതായത് കാലതാമസമില്ലാതെ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പുലിമുട്ട് ഇതിന് 3 മീറ്റർ നീളമാണ്. രണ്ടാം ഘട്ടത്തിൽ ഇത് 4 മീറ്ററായി ഇതിന്റെ നീളം വർദ്ധിപ്പിക്കുക എന്നതാണ്. കൂടുതൽ കപ്പലുകൾക്ക് സുരക്ഷിതമായി അകത്ത് പ്രവേശിക്കുന്നതിനും തിരയുടെ അടി ഉണ്ടാകാതെ ഏറ്റവും സുരക്ഷിതമായി കപ്പലുകൾ ഇതിനുള്ളിൽ നിൽക്കുന്നതിനും വേണ്ടിയാണ് ഇതിന്റെ നീളം വീണ്ടും 1 കിലോമീറ്റർ രണ്ടാം ഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നത്. മാത്രവുമല്ല, ബർത്തുകളുടെ നീളവും കൂട്ടുകയാണ്. ഇപ്പോൾ 800 മീറ്റർ നീളമുള്ള ബർത്താണുള്ളത്. ഈ ക്രെയിനുകൾ കാണുന്ന ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന ബർത്തിന്റെ നീളം 800 മീറ്ററാണ്. 2 മദർഷിപ്പുകൾക്ക്, അതായത് 2 പടുകൂറ്റൻ കപ്പലുകൾക്ക് ഇപ്പോൾ അവിടെ നിൽക്കാൻ കഴിയുന്നതാണ് ഈ 800 മീറ്റർ നീളം എന്നത്. ഇത് 2 കിലോമീറ്റർ ദൂരത്തിലേക്ക്, അതായത് പുലിമുട്ടിന്റെ ദൂരം 4 കിലോമീറ്ററും ബർത്തിന്റെ നീളം 2 കിലോമീറ്ററും ആക്കുക എന്നതാണ്. ഒരേ സമയം ഏതാണ്ട് 4 അല്ലെങ്കിൽ 4-ലധികമോ കപ്പലുകൾ അവിടെ വരുന്ന രീതിയിൽ
മദർഷിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റ് ഈ ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകളുണ്ട്. ഇത്തരം കപ്പലുകൾ കൂടുതൽ കപ്പലുകൾ ഒരേ സമയം ബർത്ത് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കണ്ടെയ്നറുകൾ അവിടെ നീക്കം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം, അതിന്റെ ഒരു എണ്ണം പരിശോധിച്ചാൽ ഒരു ദിവസം ഏതാണ്ട് 30,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ആദ്യം കൊണ്ടുവരുന്നത് 2000 കണ്ടെയ്നറുകൾ മാത്രമാണ്. ഒരു ലക്ഷം കണ്ടെയ്നറുകൾ എന്ന ശേഷി അത് കൈവരിക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. 30,000 കണ്ടെയ്നറുകൾ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 30,000 കണ്ടെയ്നറുകളാണ്. 1 ലക്ഷമല്ല, നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് 10 ലക്ഷം കണ്ടെയ്നറുകൾ ഏറ്റവും കുറഞ്ഞത് ആ നിലയ്ക്കുള്ള ഒരു കണക്കുകൂട്ടലാണ്. പിന്നെ അതൊരു നിമിഷം, ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ആ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിന്റെ യഥാർത്ഥ GPS പൊസിഷനിങ് ആണ്. അത് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുന്നതിന്റെ മാപ്പിംഗ് ആണത്. സാൻ ഫെർണാണ്ടോ ഏതാണ്ട് 3 മിനിറ്റ് മാത്രം മുമ്പുള്ള അടയാളപ്പെടുത്തലാണ്. അതിൽ സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ ചരിത്ര നിമിഷത്തിലേക്ക് തീരമണയുന്ന കപ്പലിന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ പൊസിഷനാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ആ കപ്പൽ ഇങ്ങനെ മെല്ലെ മെല്ലെ അടുത്തടുത്ത് വിഴിഞ്ഞം തീരത്തേക്ക് എത്തും. എന്നാണെങ്കിലും അത് ആ യാത്രാ വഴിയിലാണ്. പുറംകടലിലുണ്ട് സാൻ ഫെർണാണ്ടോ. എന്നാണെങ്കിലും നമുക്ക് നഗ്നനേത്രങ്ങളിൽ കാണാൻ കഴിയുന്ന അത്ര അടുത്തേക്ക് എത്തിയിട്ടില്ല. എങ്കിൽ പോലും ആ കപ്പൽ ഏതാനും മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ പ്രകടമാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വിനോദ്, നമ്മളിപ്പോൾ ഈ സാൻ ഫെർണാണ്ടോയുടെ പൊസിഷനിങ് മാപ്പിംഗ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് പ്രേക്ഷകർക്കായി ദൃശ്യങ്ങളിൽ. ഈ വിനോദിന്റെയൊക്കെ ഒരു ദൃശ്യപരിധിയിലേക്ക് ആ സാൻ ഫെർണാണ്ടോ എപ്പോൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വിനോദേ? എൽദോ, നമുക്ക് വളരെ ചെറിയ ഒരു രൂപം കാണാം. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് വളരെ നേർത്ത് മാത്രമാണ്, നമ്മുടെ ലെൻസിലൂടെ വളരെ നേർത്ത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 നോട്ടിക്കൽ മൈൽ അകലെ ആണ് കപ്പൽ ഉള്ളതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം. പക്ഷേ കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട്, കൂടുതൽ അടുത്ത് വരുന്നുണ്ട്. കാരണം 9 മണിയോടുകൂടി ഇതിന്റെ ബർത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. കാലാവസ്ഥ അനുകൂലം എന്ന വിവരം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെയും കാലാവസ്ഥ അനുകൂലമാണ്. കപ്പൽ അടുപ്പിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഇതിന്റെ സാങ്കേതികമായ നടപടികളാണ്. റഷ്യക്കാരനായ ക്യാപ്റ്റനാണ് കപ്പലിനെ നിയന്ത്രിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 28 ജീവനക്കാർ ഈ കപ്പലിലുണ്ട് എന്ന വിവരമാണ്. അതിൽ തന്നെ 5 പേർ ഇന്ത്യക്കാരാണ് എന്ന വിവരവുമുണ്ട്. ഇവരെല്ലാം തന്നെ ക്യാപ്റ്റനെ ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുന്നതിനുള്ള നടപടികൾ അത് നാളെ ഈ ചടങ്ങിന്റെ ഭാഗമായി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി നടക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു വർഷം കൊണ്ട് 10 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി, ഇത് 30 ലക്ഷം വരെ ഉയരും എന്ന വിവരമാണ് അധികൃതർ നൽകുന്നത്. ഓരോ ഘട്ടവും കഴിയും തോറും ഇത് 30 ലക്ഷം വരെയാകും. അതായത് വലിയ തോതിൽ കണ്ടെയ്നറുകൾ ഇറക്കുന്നതിനും അത് ഇവിടെ നിന്ന് ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നതിനുമുള്ള സംവിധാനവും സാങ്കേതികമായ മികവും കടലിന്റെ അനുകൂല സാഹചര്യവും ഇതെല്ലാം തന്നെ ഉണ്ട്. ഇത് വരുമാനത്തിന്റെ വലിയൊരു സ്രോതസ്സായി വരും. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറുമെന്നത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഈ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അവർ ഉൾപ്പെടെ വിശദീകരിച്ചത് ഈ തുറമുഖ തലസ്ഥാനമായി തിരുവനന്തപുരം മാറും. ഇതുവരെ അങ്ങനെ ഒരു പേര് തിരുവനന്തപുരത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരുവനന്തപുരം ഇനി അറിയപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ ഈ ദുബായ് പോർട്ട് പോലെയൊക്കെ ആ ഒരു സംവിധാനത്തിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്കൊക്കെയും എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് കടമ്പകളേറെയാണ്, അതിന് ചെലവഴിക്കേണ്ട കോടികൾ ഏറെയാണ്. അതിന്റെ അങ്ങനെ ചെലവഴിച്ചാൽ ബിസിനസ് സാധ്യതകൾ, ഇവിടെ നടക്കുന്ന വ്യാപാര സാധ്യതകൾ അത് അനന്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് ലാഭകരമായി ഫീസിബിളായ ഒരു പദ്ധതിയായി തന്നെയാണ് ഏവരും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പ്, വിഴിഞ്ഞം വളരാൻ പോകുന്നത് ഈ ക്രമാനുഗതമായി മെല്ലെ മെല്ലെ ഉള്ള ഒരു വളർച്ച എന്നതിനപ്പുറം കുത്തനെയുള്ള ഒരു ഗ്രാഫ്, ആ നിലയ്ക്ക് തന്നെ വിഴിഞ്ഞത്ത് കാര്യങ്ങൾ മാറും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് വളരെ മെല്ലെയാണ് പോകുന്നതെന്ന് പറയാതെ തരമില്ല. ഈ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലും മറ്റ് അനുബന്ധ പ്രവൃത്തികൾ നോക്കുമ്പോൾ അത് ശുഭകരമായ രീതിയിലല്ല, അല്ലെങ്കിൽ ഇതിന് ആനുപാതികമായ വേഗതയിലല്ല മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ
റോഡ് റെയിൽ സംവിധാനങ്ങൾ. ഈ റിംഗ് റോഡിന്റെ പ്രവർത്തനത്തിനായി ആളുകളിൽ നിന്ന് ഭൂമിയുടെ രേഖകൾ വാങ്ങിയിരുന്നു. അത് മാസങ്ങൾ കഴിയുന്നു. ഇതുവരെയും ഇത് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നടപടികളുമായിട്ടില്ല. അവർക്ക് നഷ്ടപരിഹാര തുക നൽകുകയോ ഈ റോഡിന്റെ റിംഗ് റോഡ്, അതായത് വിഴിഞ്ഞം അന്ന് ആരംഭിച്ച് പാരിപ്പള്ളി വരെ പോകുന്ന റിംഗ് റോഡുണ്ട്, ആ റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങൾ ആയിട്ടില്ല. മാത്രവുമല്ല, റെയിൽ ഗതാഗതത്തിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെ ഏതാണ്ട് 11 കിലോമീറ്റർ നീളുന്ന ഭൂഗർഭ റെയിൽപാത, അതിൽ തന്നെ 9 കിലോമീറ്റർ ദൂരത്തിലധികം പോകുന്നത് ഭൂമിക്കടിയിലൂടെയാണ്. ഇത് എവിടെ ഏത് സ്ഥലത്തു കൂടിയൊക്കെ ആയിരിക്കും ഈ റെയിൽപാത കടന്നു പോവുക എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന്റെ സർവേ നടപടികൾ പൂർത്തിയായി അതിനു വേണ്ടിയുള്ള ചില അനുമതികൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുവെന്ന് ഔദ്യോഗികമായ ചില അറിയിപ്പുകൾ പറയുന്നതല്ലാതെ ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയില്ല. ഏതാണ്ട് 5000-ഓളം കോടി രൂപ ഈ അനുബന്ധ സൌകര്യങ്ങൾക്കായി, പ്രത്യേകിച്ച് റോഡ് റെയിൽ സംവിധാനങ്ങൾക്കായി സംസ്ഥാനം ചെലവിടേണ്ടതുണ്ട്. ഏതാണ്ട് 5000 കോടി രൂപയാണ് ഇതിന് മാത്രം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഭീമമായ തുക ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ട്. മന്ത്രി വി.എൻ. വാസവൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു സഹായം ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് നൽകേണ്ടതുണ്ട്. ആർബിട്രേഷൻ നടക്കുന്നുണ്ട്. അതിൽ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളായി വരേണ്ട തുകയുണ്ട്. കേന്ദ്രത്തിന്റെ തുക വളരെ വൈകാതെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ നാളത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലൊക്കെ നടക്കുന്ന വലിയൊരു ചടങ്ങാണ് നാളത്തേക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ പരിപാടികളെല്ലാം നടക്കുമ്പോൾ ഇത് അനുബന്ധമായി നടക്കേണ്ട കാര്യങ്ങളുണ്ട്. വെള്ളായണി കായലിൽ നിന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ ശുദ്ധജലം എത്തിക്കേണ്ടത്. നമുക്കറിയാം വെള്ളായണി കായലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മാലിന്യം നിറയുന്നു എന്ന കണ്ടെത്തലുകളും പരാതികളും, അതോടൊപ്പം തന്നെ ഇതിന്റെ ആഴം കൂട്ടണം. വെള്ളായണി കായലിന്റെ ആഴം കൂട്ടി അവിടെ സംഭരിക്കാവുന്ന ജലത്തിന്റെ അളവ് കൂട്ടിയാൽ മാത്രമേ വിഴിഞ്ഞം തുറമുഖത്തിന് പര്യാപ്തമായ രീതിയിൽ, അവിടെ നിന്നുള്ള കുടിവെള്ള പദ്ധതികളുണ്ട്, ജനങ്ങൾക്ക് കുടിവെള്ളം തടസ്സപ്പെടാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു ബൃഹത് പദ്ധതി വരുമ്പോൾ വെള്ളായണി കായലിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കുടിവെള്ള പ്രോജക്ട് ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളായണി കായലിന്റെ സംരക്ഷണമുണ്ട്. അത് വളരെ കാര്യക്ഷമമായി ചെയ്യേണ്ട കാര്യമാണ്. വാക്കുകളിൽ ഒതുങ്ങിയാൽ മാത്രം പോരാ. ഇത്രയും വലിയ ഒരു പദ്ധതി വരുമ്പോൾ ഇവിടേക്ക് ആവശ്യമായ ശുദ്ധജലം അത് എത്തിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെളിയും മാലിന്യവും മറ്റ് പ്രശ്നങ്ങളുമെല്ലാം മാറ്റിക്കൊണ്ട് ഈ വെള്ളായണി കായലിന്റെ ഒരു പുനരുജ്ജീവനം, അതിന്റെ ആഴം കൂട്ടൽ, അവിടെ കൂടുതൽ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നടത്തിയാൽ മാത്രമേ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ആ തരത്തിലുള്ള നടപടികളാണ് വളരെ വേഗത്തിൽ വേണ്ടത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് ഇവിടെ നിന്നുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഈ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഷിപ്പുകൾ, അതായത് ചെറിയ ഷിപ്പുകളിലേക്ക് മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന കാര്യമാണ് കൂടുതലായി പരിഗണിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, നമുക്ക് റോഡ് മാർഗം വേണം. ഇപ്പോൾ കാരോട് കഴക്കൂട്ടം ബൈപ്പാസ് ആണുള്ളത്. ഈ ബൈപ്പാസിന് അപ്പുറത്തേക്ക് റിംഗ് റോഡിന്റെ ആവശ്യകതയുണ്ട്. കാരണം വലിയ ട്രെയിലറുകൾ യാത്ര ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള റോഡുകൾ വേണം. മറ്റ് യാത്രക്കാർക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഒരു യാത്രാ രീതി പലപ്പോഴും തിരക്കാണ്. ഹൈവേ, നമ്മൾ പറയുന്ന ബൈപ്പാസ് റോഡിലും ഹൈവേയിലുമൊക്കെയും പലപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. തിങ്ങി ഞെരുങ്ങി വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവിടേക്ക് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന വലിയ ട്രെയിലറുകൾ കൂടി എത്തിയാൽ ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ റെയിൽ റോഡ് കണക്ടിവിറ്റി എന്ന ആവശ്യകത. ഏതായിരുന്നാലും ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ ആദ്യത്തെ കപ്പൽ അടുക്കുന്നു. അത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. നമ്മുടെ രാജ്യത്ത് പുതിയൊരു തുറമുഖം കൂടി യാഥാർത്ഥ്യമാകുന്നു. അത് PPP പ്രോജക്റ്റായി വരുന്നതാണ്. അദാനി ഗ്രൂപ്പ്, അവർ അദാനി കമ്പനിയും അതോടൊപ്പം തന്നെ സർക്കാരുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എല്ലാം സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി. തൊഴിൽ അവസരങ്ങൾ, ഒരുപക്ഷെ ഈ MDമാർ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെ പറയുന്നത്, വിസിലിന്റെ പ്രതിനിധികളെല്ലാം തന്നെ പറയുന്നത്, ഉണ്ടാകാൻ പോകുന്ന തൊഴിലവസരങ്ങൾ, വളരെ വലിയ തൊഴിലവസരങ്ങൾ, അത് നേരിട്ട് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾക്കപ്പുറത്തേക്ക് പരോക്ഷമായി വരുന്ന തൊഴിലവസരമുണ്ട്. നമുക്കറിയാം വിഴിഞ്ഞത്തിന്റെ ഒരു പ്രത്യേകത, തിരുവനന്തപുരത്തെ ഒരു കടലോര ഗ്രാമം എന്നതിനപ്പുറത്തേക്ക് ഒരു ഗ്രാമാന്തരീക്ഷത്തിലെ ഒരു പ്രദേശമാണ്.
ഇവിടെ തന്നെയാണ് കോവളം, ചൊവ്വര അതുപോലുള്ള തീരദേശ ഗ്രാമങ്ങൾ, നിരവധി തീരദേശ ഗ്രാമങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ജനങ്ങൾക്ക് നേരിട്ട് ഇവിടെ ലഭിക്കുന്ന തൊഴിൽ, അതിനപ്പുറത്തേക്ക് ഇത്രയും വലിയ ഒരു വ്യവസായം വരുമ്പോൾ അനുബന്ധമായി ലഭിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ, ഇവിടെ ഒരുപക്ഷെ വലിയ വലിയ യാർഡുകൾ, അങ്ങനെ വെയർഹൌസുകൾ, ഈ വെയർഹൌസുകളുടെ നിർമ്മാണം ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലായി വെയർഹൌസുകൾക്ക് വേണ്ടി സ്വകാര്യ വ്യക്തികൾ സ്ഥലം വാങ്ങുകയും അവിടെ ഈ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്ന തരത്തിലുള്ള വെയർഹൌസുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് സൂക്ഷിക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖം അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന അനന്ത സാധ്യതകളെ പറ്റിയാണ് വി വിനോദ് സൂചിപ്പിക്കുന്നത്. എന്താണല്ലോ സംസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ മുതൽക്കൂട്ടാകും ഈ വിഴിഞ്ഞം പദ്ധതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിനോദ്, നമുക്ക് കാണാം ഒരു ഭീമൻ കപ്പൽ ഇതാ ആ വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുന്നത്. സാൻ ഫെർണാണ്ടോയാണ്. സാൻ ഫെർണാണ്ടോ അടുത്തുകൊണ്ടേയിരിക്കും, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകൾ മദർഷിപ്പിലുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ഈ 2000 കണ്ടെയ്നറുകൾ ഈ ഏതാണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രമീകരണമാണ് വിഴിഞ്ഞത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും കണ്ടെയ്നറുകൾ ഇറക്കാനുള്ള ഒരു സമയം അത് എത്രത്തോളം ആകുമെന്നുള്ള ഒരു അറിയിപ്പുകളൊക്കെ വരുന്നുണ്ടോ? എങ്ങനെയാണ് ഈ കപ്പൽ? നാളെയാണ് സ്വീകരണം, അപ്പോൾ നാളെ തന്നെ തിരിക്കുമോ? എന്താണ് ഇനിയുള്ള പരിപാടികൾ ഈ സാൻ ഫെർണാണ്ടോയുടെ? സാൻ ഫെർണാണ്ടോ നാളത്തെ ഈ ഔദ്യോഗിക ചടങ്ങുകൾ കഴിഞ്ഞാൽ ഇവിടെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടികൾ അതെല്ലാം പൂർത്തിയായാൽ നാളെ വൈകിട്ട് തന്നെ സാൻ ഫെർണാണ്ടോ തിരികെ മടങ്ങുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ, അതായത് വിവിധ രാജ്യങ്ങളിൽ പോകുന്ന കപ്പലാണ്. ഇതിൽ 30,000 കണ്ടെയ്നറുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 2000 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 2000 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത്. ഇത് ചെറിയ കപ്പലുകളിൽ കയറ്റി മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനം അതാണ് പ്രധാനമായി. അത് ഇനി വരും ദിവസങ്ങളിലും ഈ തുറമുഖം കമ്മീഷൻ ചെയ്താലും ആ നിലയ്ക്ക് തന്നെയാണ് ആദ്യത്തെ ഘട്ടത്തെ തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ കണക്കാക്കുന്നത്. ഒരു വർഷം 10 ലക്ഷം കണ്ടെയ്നറുകളുടെ നീക്കം, ചരക്ക് നീക്കത്തിൽ അങ്ങനെ ഒരു സംഖ്യയാണ് പ്രതീക്ഷിക്കുന്നത്. 10 ലക്ഷം കണ്ടെയ്നറുകൾ, ഇതുവഴി വരുന്ന വരുമാന സാധ്യത പക്ഷേ നമ്മൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ദുബായ് പോർട്ടിനെയൊക്കെയും ആശ്രയിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര കപ്പൽ ചാനലിനോട് ചേർന്ന് കൊളംബോ തുറമുഖം നമ്മൾ ആശ്രയിച്ചിരുന്നതാണ്. അവിടെ ഇപ്പോഴും 6 ബർത്തുകളിൽ ഒന്ന് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. അവിടെയുള്ള 6 ബർത്തുകളിൽ ഒന്ന്. അതിനപ്പുറത്തേക്ക് രാജ്യത്തിന് സ്വന്തമായി തന്നെ ഈ തരത്തിൽ ഒരു തുറമുഖം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ഉണ്ടാക്കുന്ന രാജ്യത്തിനുണ്ടാക്കുന്ന അഭിവൃദ്ധി, അതിനപ്പുറത്തേക്ക് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നിൽ പ്രധാനപ്പെട്ട ഒരു തുറമുഖം വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇന്ന് വരുന്ന മദർഷിപ്പിന് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും ഇന്ത്യൻ നാവികസേനയുടെയും ഒക്കെയും സുരക്ഷ ഇന്ന് സാൻ ഫെർണാണ്ടോ എന്ന ഈ കപ്പലിന് നൽകിയിട്ടുണ്ട്. ടഗുകൾ ഉപയോഗിച്ചായിരിക്കും ഇത് ബർത്തിലേക്ക് കൊണ്ടുവരിക. അതിനുള്ള ടഗുകളുടെ സേവനം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ ക്രെയിനുകൾ കൊണ്ടുവന്നപ്പോഴും ആ തരത്തിൽ ടഗുകളുടെ സഹായത്തോടെയാണ് കപ്പലിനെ ഇവിടേക്ക് ബർത്തിലേക്ക് കൊണ്ടുവരുന്ന നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷമായിരുന്നു ഇതിൽ നിന്ന് സാധനങ്ങൾ ക്രെയിനുകൾ ഇറക്കുന്ന നടപടി. ആ തരത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ക്രെയിനുകൾ ഇറക്കുന്ന അത്ര ഒരു കാലാവസ്ഥയുടെ പ്രശ്നമൊന്നും ഈ കണ്ടെയ്നറുകൾ ഇറക്കുമ്പോൾ വരുന്നില്ല. കാരണം പടുകൂറ്റൻ ക്രെയിനുകൾ കൊണ്ടുവരുമ്പോൾ കപ്പൽ ഉലയാതെ നിൽക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഈ കടൽ ശാന്തമായി നിൽക്കുക എന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, സാഹചര്യം ആവശ്യമായിരുന്നു. പക്ഷേ അത്ര കണ്ട് അനുകൂല സാഹചര്യം ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന സമയത്ത് വേണ്ടിവരില്ല. കാരണം ഇതിനകം തന്നെ ബർത്തിൽ ക്രെയിനുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ക്രെയിനുകളുടെ സഹായത്തോടെയാണ് കണ്ടെയ്നറുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് ട്രെയിലറുകളിലൂടെ മാറ്റി അത് യാർഡ് ട്രെയിനുകളിലേക്ക് എത്തിക്കുന്നു. യാർഡ് ട്രെയിനുകളിൽ നിന്നാണ് ഇത് മറ്റു വാഹനങ്ങളിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത്. ആ തരത്തിൽ വളരെ കൃത്യമായി ഇവിടെ ഒരു ഓട്ടോമാറ്റഡ് സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺട്രോൾ റൂം, അവിടെയും ജീവനക്കാരുണ്ട്. അത് ഈ തുറമുഖത്തോട് ചേർന്ന് തന്നെ ഒരു കെട്ടിടത്തിലാണ് ഈ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. യാർഡ് ക്രെയിനുകളെയും ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളെയും ഈ പ്രത്യേക രീതിയിൽ ഇത് ഈ 2 ക്രെയിനുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇതിനെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൺട്രോൾ റൂം
ഇവിടെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കൺട്രോൾ റൂമാണ് പൂർണ്ണമായും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ 5 വർഷത്തെ കാലതാമസം ഉണ്ടായെങ്കിൽ രണ്ടാം ഘട്ടം 2 വർഷം മുൻപ് പൂർത്തിയാക്കാൻ, അതായത് 2028 തന്നെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കാനുള്ള നിർമ്മാണ പ്രവർത്തന അതിന്റെ ഒരു വേഗതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നേരത്തെ നിശ്ചയിച്ചതിലും 2 വർഷം മുൻപ് ഇതിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാകും. അങ്ങനെയെങ്കിൽ 40 എന്നത് 45 വർഷം തുറമുഖം കൈകാര്യം ചെയ്യാൻ അദാനി ഗ്രൂപ്പിന് കഴിയും. കൂടുതൽ വർഷം അവർക്ക് ഈ തുറമുഖം കൈകാര്യം ചെയ്യുന്നത്, അതായത് ആദ്യഘട്ടത്തിൽ 40 വർഷം എന്നതാണ് അവർക്ക് തുറമുഖത്തിന്റെ നിയന്ത്രണാവകാശം നൽകിയിട്ടുള്ളത്. അത് 40-ൽ നിന്ന് 45 വർഷത്തിലേക്ക് മാറാനുള്ള സാഹചര്യവുമുണ്ട്. ആ നിലയ്ക്കൊക്കെയുമാണ് ഇപ്പോൾ ഇതിന്റെ ഒരു കണക്കുകൂട്ടൽ പോകുന്നത്. 2484 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിന്റേതായി ഇതുവരെ വന്നത്. രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് 9000 കോടി രൂപയുടെ നിക്ഷേപം, അതിൽ തന്നെ 3000 കോടി രൂപ എന്ന നിലയ്ക്കുള്ള ധാരണയും അതിന്റെ നടപടികളുമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ തന്നെ ഒറ്റയടിക്ക് ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് എത്തുന്ന ഏറ്റവും വലിയ തുകയായി അത് മാറും. 3000 കോടി രൂപയുടെ ഒരു ആകെ ഒരു നിക്ഷേപം, ഒരു ഘട്ടത്തിൽ തന്നെ 3000 കോടി രൂപ നിക്ഷേപമായി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് 9000 കോടി രൂപയിലധികമാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി സംസ്ഥാനം ചെലവഴിക്കേണ്ടി വരുന്നത് 5000 കോടി രൂപയാണ്. പക്ഷെ ഇതെല്ലാം തന്നെ സംസ്ഥാനത്തിന് വരുമാനമായി ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇപ്പോൾ ഈ സംസ്ഥാനം നടത്തുന്ന നിക്ഷേപം അത് ഖജനാവിലേക്ക് ഭാവിയിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എൽദോ, വിഴിഞ്ഞം തീരത്തേക്കുള്ള സ്വപ്ന പ്രയാണത്തിലാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ള കപ്പൽ. സാൻ ഫെർണാണ്ടോ ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ആ വിഴിഞ്ഞത്തെ ബർത്തിലേക്ക് എത്തും. ബർത്തിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ടഗുകൾ വഴിയാണ് ആ ചാനലിലൂടെ വലിച്ച് ബർത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഔദ്യോഗിക സ്വീകരണം നാളെയാണ്. എങ്കിൽ പോലും ഇന്നാണ് ആ സ്വപ്ന ദിനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം വിഴിഞ്ഞം ആദ്യഘട്ടത്തിന്റെ ട്രയൽ റണ്ണിലേക്ക് അടുക്കുന്നതിന്റെ ആദ്യ ചുവട് വെക്കുകയാണ് സാൻ ഫെർണാണ്ടോ എന്നുള്ള കൂറ്റൻ കപ്പൽ വഴി. അത് ചൈനയിലെ സിയാമനിൽ നിന്നും പുറപ്പെട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ തൊട്ടടുത്ത് വിഴിഞ്ഞത്ത് തുറമുഖത്തേക്ക് അടുക്കുകയാണ് ആ ഭീമാകാരൻ കപ്പൽ. ഏതാണ്ട് 2000-ഓളം കണ്ടെയ്നറുകൾ അതിലുണ്ട് എന്നുള്ളതാണ്. 2000-ഓളം കണ്ടെയ്നറുകളുമായിട്ട് ആ കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ഇപ്പോൾ നോക്കുക, എത്ര സുന്ദരമായിട്ടൊരു കാഴ്ചയാണ്. നമ്മൾ കേരളീയരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്വപ്നത്തിലേക്ക് ഇങ്ങനെ തുഴഞ്ഞെത്തുന്ന ആ കപ്പൽ, അത് വിഴിഞ്ഞത്തിന്റെ വിജയം അത് എത്രത്തോളമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ട്രയൽ റണ്ണായിരിക്കും. ഒരുപക്ഷെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ വിഴിഞ്ഞം തുറമുഖം അത് കണ്ടെയ്നർ വ്യവസായത്തിന്റെ ഒരു പ്രധാന ഹബ്ബായി മാറുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് ഏതാണ്ട് കോടികളുടെ ഒരു വരുമാനം സംസ്ഥാനത്തിന് പ്രതിവർഷം ലഭിക്കുമെന്ന് കരുതുന്ന ഒരു വ്യവസായത്തിലേക്ക് പോകുന്നു. അത് വലിയ തരത്തിൽ നമ്മളുടെ സാമ്പത്തിക പുരോഗതിക്ക് ഗുണം ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലൊക്കെയാണ് നിലവിലുള്ളത്. എന്നാണെങ്കിലും ആ സന്തോഷത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സിയാമിൽ നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ കപ്പൽ ഇതാ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുകയാണ്. ഒരു വാട്ടർ സല്യൂട്ട് നൽകിയായിരിക്കും വിഴിഞ്ഞം തുറമുഖത്ത് ഈ കപ്പലിനുള്ള സ്വീകരണം നൽകുക. വിഴിഞ്ഞം തുറമുഖത്ത് ഏറ്റവും ഭംഗിയായി തന്നെ ആ സ്വീകരണം ഒരുക്കുന്നു. ട്രയൽ റൺ അത് നാളെയാണ്. എങ്കിൽ പോലും കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാര്യം. നമുക്ക് കാത്തിരിക്കാം ആ കപ്പലിന്റെ വരവ്. ആ കപ്പലിന്റെ ഏറ്റവും സമീപത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാനായി ഇപ്പോൾ വളരെ വിദൂരത്താണ്. ഒരു പൊട്ടുപോലെയാണ് കാണുന്നതെങ്കിൽ പോലും, നേരിയ മങ്ങലുണ്ടെങ്കിൽ പോലും അത് തെളിഞ്ഞു വരികയാണ്. നമ്മളുടെ ആ സന്തോഷം, സ്വപ്നമൊക്കെ തെളിഞ്ഞു വരുന്ന പോലെ ആ കപ്പലും തീരത്തോട് അടുക്കുകയാണ്. നമ്മളൊരു വലിയ ദൗത്യമായിരുന്നു, അത് വർഷങ്ങൾ നീണ്ട ദൗത്യമായിരുന്നു. ആ ദൗത്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. വിനോദ്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ആ കപ്പൽ ഇപ്പോൾ ഏറെക്കുറെ കൂടുതൽ ദൃശ്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ പ്രകടമാവുന്നു സാൻ ഫെർണാണ്ടോയെ. ഈ ചടങ്ങ് സംബന്ധിച്ച് നേരത്തെ ഇത് സൂചിപ്പിച്ചു, ചെറിയ വിവാദം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്നലെ സഭയിൽ ഉയർന്നു തുടങ്ങിയതാണ്. അതിന് പിന്നാലെ ഈ ലത്തീൻ അതിരൂപതയും പിന്മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? കാരണം അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം അതൊരു രമ്യതയിലേക്ക് എത്തിയതല്ലേ, പരിഹരിച്ചതല്ലേ പ്രശ്നങ്ങൾ. ഒപ്പം തന്നെ ചില മുസ്ലിം സംഘടനകളും പ്രതിഷേധവുമായി എത്തുമെന്നുള്ള വിവരമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ടോ വിഴിഞ്ഞത്ത്? ഈ ഒരു നാട്ടുകാരുടെ അല്ലെങ്കിൽ ഒരു ലോക്കൽ പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ്.
എന്തോ ഇതിന്റെ സമരത്തിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ സമരം കഴിഞ്ഞെങ്കിലും ചില ഉറപ്പുകൾ സർക്കാർ നൽകിയ ഉറപ്പുകൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു കാര്യം തന്നെയാണ് ലത്തീൻ സഭയും അതോടൊപ്പം തന്നെ ചില ഇവിടെയുള്ള മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ അവർ കക്കവാരൽ തൊഴിലാളികൾക്ക് ഉള്ള നഷ്ടപരിഹാരം നൽകാത്തതാണ് അങ്ങനെയുള്ള ഈ സംഘടനകളെ അകറ്റി നിർത്തുന്നത്. ക്രൈസ്തവ സംഘടനകളെ പ്രത്യേകിച്ച് ലത്തീൻ സഭയെയും ആ നിലയ്ക്ക് നഷ്ടപരിഹാരം ഏതാണ്ട് 7ഓളം ഉറപ്പുകൾ സർക്കാർ നൽകിയത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. നഷ്ടപരിഹാര തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇവർ വിട്ടുനിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം. നമ്മൾ കഴിഞ്ഞ സമരത്തിന്റെ ഒരു കാലം പരിശോധിച്ചാൽ ഏതാണ്ട് 140 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരമാണ് വിഴിഞ്ഞത്ത് നടന്നത്. അന്ന് ഏറ്റവും ഒടുവിൽ അത് നമുക്കറിയാം അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. അതിന്റെ പേരിൽ വന്ന കേസുകളുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും ആ സമരം കഴിഞ്ഞുവെങ്കിലും സമരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതിന്റെ അകൽച്ചകളും ഒക്കെയും ഇപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സംഘടനകൾ അത് അവർ വിട്ടുനിൽക്കുന്നത്. അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാർ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അക്കാര്യത്തിൽ ഒരു അനുനയ സാധ്യതകൾ ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. ലത്തീൻ സഭ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കുള്ള പിണക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു. അപ്പോഴും ഈ വിഴിഞ്ഞം തുറമുഖം എന്നത് രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു പദ്ധതിയാണ്. സാധാരണക്കാരനെ മറന്നുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ പാടില്ല എന്നത് തന്നെയാണ് നമ്മുടെ ഒരു നിലപാട്. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുതൽ തുറമുഖത്തെ അനുകൂലിക്കുന്നു. തുറമുഖം വരുന്നത് രാജ്യത്തിന്റെ ഒരു സാമ്പത്തികമായ ഈ പ്രാദേശികമായി ഇവിടെ ഉണ്ടാകുന്ന ഒരു അഭിവൃദ്ധി, സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന തൊഴിൽ സാധ്യതകൾ, പ്രത്യേകിച്ച് ഇതിലൂടെ രാജ്യത്തിന് ലഭിക്കാവുന്ന വരുമാനം, സംസ്ഥാനത്തിന് ലഭിക്കാവുന്ന വരുമാനം, ആ നിലയ്ക്കൊക്കെയും തന്നെ ഈ പദ്ധതിയെ അനുകൂലിക്കുമ്പോഴും ഇവിടെയുള്ള സാധാരണ മനുഷ്യരാണ് മത്സ്യത്തൊഴിലാളികൾ, പ്രധാനമായും മത്സ്യത്തൊഴിലാളികളാണ്, കടലിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ്. അവർക്ക് ഒരു പ്രയാസമുണ്ടാകാതെ അവരുടെ ഗ്രീവൻസസുകൾ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന അവരുടെ വിഷമതകൾ അത് പരിഹരിക്കുക എന്ന ഉത്തരവാദിത്വം പരമപ്രധാനമാണ്. അത് ഈ രണ്ട് സർക്കാരുകൾക്കും, കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരാകട്ടെ, രണ്ട് സർക്കാരുകളും അതിൽ ഒരു തരത്തിലുള്ള വൈമനസ്യവും അല്ലെങ്കിൽ അതിൽ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു നിലപാടും ഉണ്ടാകാൻ പാടില്ല എന്നത് ഈ വാർത്തകളെല്ലാം ഇവിടുത്തെ സമര പരമ്പര അത് നടക്കുമ്പോഴും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുമ്പോഴും ഒക്കെയും നമ്മൾ പറഞ്ഞത് മനുഷ്യനെ മറന്നുകൊണ്ടുള്ള ഒരു വികസനത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ്. സാധാരണ ജനങ്ങളാണ് അവർ, പാവപ്പെട്ട ജനങ്ങളാണ്, അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കടലിനോട് മല്ലടിക്കുന്ന ജനവിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ പ്രയാസവും പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നമുക്ക് സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പറയാനും അങ്ങനെ ചിന്തിക്കാനും കഴിയുന്ന ഒരു കാര്യം. വികസനം വേണം, പക്ഷെ അത് ജനത്തിനെ മറന്നുകൊണ്ടാകരുത് എന്ന ഒരു കാര്യം മാത്രമാണ്. ഏതായാലും വിനോദ്, നമുക്ക് കാണാം ആ കപ്പൽ ഇങ്ങനെ നമ്മുടെ വിഴിഞ്ഞം തീരത്തേക്ക് അടുത്തടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതിന്റെ കാഴ്ചകൾ. വളരെ ദൂരത്ത് നിന്നാണ് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്.